മലയാളത്തിൽ സംസാരിക്കുമ്പോഴുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത്ര നാൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ചെയ്തത്. ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവാൻ ചോദിച്ചാൽ മനസ്സിലുള്ള കാര്യം പറയാൻ എപ്പോഴും നമ്മുടെ മാതൃഭാഷ തന്നെയാണല്ലോ. അതിപ്പോൾ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾക്ക് ആരും സംസാരിക്കാനില്ല എന്നുള്ള സമയത്ത് സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചൊരു വീഡിയോ ഓണാക്കി സംസാരിക്കണം. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തു, അത് ഞാൻ തന്നെ കേൾക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നൊരു ഫീലും കിട്ടും, മനസ്സിൻ്റെ വെയിറ്റും കുറയും. അല്ല, നമ്മൾ തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട്. അങ്ങനെ ആക്കി എടുക്കണം. ഞാൻ ഇനിയുള്ളൊരു 2-3 മാസത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതാണ് തീരുമാനിക്കാൻ പോകുന്നത്. ഞാൻ ഇനി ഇത് ജോലിയിൽ തുടരണോ അല്ലെങ്കിൽ ജോലി വിടണമെന്നോ. ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നീ കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് ഒരു ഉത്തരം തരണം. ഈ ജോലി നിനക്കിനി 35 വർഷം ചെയ്യാം. ആരും നിന്നെ ഇറക്കി വിടാൻ പോകുന്നില്ല. ആരും നിന്നെ അത്ര പ്രഷർ ഒന്നും കൊല്ലാൻ പോകുന്നില്ല. പക്ഷേ മുകളിലിരിക്കുന്ന അവന്മാരുടെ വായിലിരിക്കുന്ന അതെല്ലാം കേൾക്കണം. എന്നുവെച്ചാൽ കുറച്ചൊരു അടിമയെ പോലെ ആകണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവന്മാർ ചെയ്യാൻ പറയും. മറ്റേ ടാർഗറ്റ്, ഈ ടാർഗറ്റ്, ആണ്ടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. പക്ഷേ എൻ്റെ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഞാനതല്ല. എനിക്ക് ഈ മുകളിലിരിക്കുന്ന ആ മേലാധികാരിയുടെ അവന്മാരുടെയൊക്കെ ഈ ഒരു ചവറ്റുകൊട്ടയാകാൻ എനിക്ക് വയ്യ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. ഞാൻ സന്തോഷിക്കുന്നില്ല. ഇതൊരു ജോലി, എനിക്ക് ജീവിക്കാം ഇതുകൊണ്ട്. 35 വർഷം ഞാൻ ഈ ജോലി തന്നെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ എനിക്ക് 60 വയസ്സാവും. ആ 60 വയസ്സ് വേണമെങ്കിൽ എനിക്ക് പെൻഷൻ പറ്റുന്ന പ്രായത്തിൽ നല്ലൊരു എമൗണ്ടുമായിട്ട് ഇറങ്ങാം. പക്ഷെ അത് ഞാൻ സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ് എനിക്ക് ഡൗട്ടല്ല, എനിക്ക് ഉറപ്പാണ് ഞാൻ സന്തോഷത്തോടെ ജീവിക്കത്തില്ല. കാരണം ഇതല്ല എൻ്റെ ഫീൽഡ്. ബിസിനസ് ചെയ്യാൻ ആയിട്ട് ഇറങ്ങി തിരിച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ നിൽക്കാനും വയ്യ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുവാണെങ്കിൽ നമ്മുടെ ബാക്ക് സപ്പോർട്ടില്ലേ, അതെല്ലാം പിന്നെ തിരിച്ച് നടക്കാൻ ഒരു സ്ഥലമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങാൻ. കാരണം തിരിച്ചു പോകാൻ നമുക്കൊരു സ്ഥലമില്ലെന്ന് അറിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കും. കാരണം നിലനിൽപ്പില്ലെങ്കിൽ പിന്നെ ജീവിതമില്ല. ആ നിലനിൽപ്പിന് വേണ്ടി നമ്മളെല്ലാം ചെയ്യുന്നത്. ഇപ്പം നിനക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിനക്കിപ്പം അമ്മയെ മാത്രം നോക്കിയാൽ മതി. ഒരു 2-3 വർഷം കൂടെ കഴിയുമ്പം നിനക്ക് തന്നെ തോന്നലുണ്ടാകും. കാരണം കൂടെയുള്ള എല്ലാവരും കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഒട്ടുമിക്ക പേരെങ്കിലും കല്യാണം കഴിക്കും. ചിലർക്ക് കുട്ടികളായി കാണും, ചിലരൊക്കെ അതിലും അഡ്വാൻസ് സ്റ്റേജിലോട്ടൊക്കെ പോയി കാണും. അങ്ങനെയൊക്കെ ആകുമ്പം നമ്മുടെ കൂടെയുള്ളവർ മാറുമ്പോഴാണ് നമുക്ക് കൂടുതലൊരു തോന്നലുണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിനക്കൊരു കരിയറിൽ ചേഞ്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതാണ് നിമിഷം. ഈ ഒരു 3-4 മാസത്തിൽ നീ തീരുമാനം എടുക്കണം. പഠിക്കാൻ പോകുന്നത് നടക്കുന്ന കാര്യമില്ല. ഇനി PG ഒക്കെ പഠിക്കാൻ പോയി അതിലൊന്നും ഒരു അർത്ഥവുമില്ല. നീ ചെയ്യുവാണെങ്കിൽ നീ ആ ഗ്രാഫിൻ്റെ ആ സിന്തസിസ് തന്നെ ചെയ്യുക. സക്സസ് ആവുകയില്ലെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇവിടെ നിൽക്കണ്ടടാ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ഞാൻ വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ബേസിക് നീഡ്സ് ഉണ്ടല്ലോ, എല്ലാം കഴിക്കണം, ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങാനുള്ള സ്ഥലം വേണം, അത് രണ്ടും മതി, വേറെ ഒന്നും വേണ്ട. പക്ഷേ ഇതിനൊക്കെ കുറച്ചെങ്കിലും ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് കുറച്ച് എമർജൻസി ഫണ്ടും എല്ലാം വേണ്ടേ? അതെല്ലാം ഉണ്ടോ? അതുമില്ല. ഇപ്പോൾ 3-4 മാസത്തിൽ ഏകദേശം നിനക്കൊരു 60 വെച്ച് 2,40,000 രൂപ 4 മാസത്തിൽ കിട്ടും. അതിൽ നിന്ന് നീ 1,20,000 രൂപ എങ്ങനെയെങ്കിലും പിടിച്ചു വരത്തുള്ളൂ. അത് വെച്ച് നമുക്കൊരു 1,20,000 രൂപ വെച്ച് ഒരു മാസം 10,000 രൂപ വെച്ചാണെങ്കിൽ ഒരു വർഷം ഓടിക്കാം. ബേസിക് ആയിട്ടുള്ള എല്ലാ നീഡ്സും ചെയ്ത് വല്ല ഞമ്മൊക്കെ കഴിച്ച് ജീവിക്കാം. അത്രേ ഉള്ളൂ.
ആലോചിക്കണം അബി, ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇനി ഇവിടെ നിന്നാൽ എൻ്റെ സമനില തെറ്റും. ചിലപ്പോൾ ഞാൻ ജീവിക്കണോ വേണ്ടയോ എന്നുള്ളൊരു തോട്ട് തന്നെ എൻ്റെ മനസ്സിലോട്ട് വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് എത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ഇവിടുന്ന് ഇറങ്ങിയാൽ മതിയാവും. നീ ചിന്തിക്കുക, നീ എഴുതുക, നീ വായിക്കുക, നീ നിന്നെ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ.